ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയെ ഒരു അറേബ്യൻ ഡിഷായ മജ്ബൂസാണ്. മജ്ബൂസിൻ്റെ ഒറിജിനൽ മസാല ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അറബികൾ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ. ഇനി മജ്ബൂസ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയേ. ഇതിനു വേണ്ടിയിട്ട് വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എന്നാൽ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ചിക്കൻ മജ്ബൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കൂടെ ഒരു മയോണൈസും ഉണ്ട്. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിൽ ഏത് മസാലയുണ്ടോ അതെല്ലാം റോ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു 3 സവോള, ഒരു വലിയ സവോളയാണ് കേട്ടോ, അത് സ്ലൈസായിട്ട് അരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിലെ ഇടുന്ന ഈ മസാല ഒന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ ഈ സവോള ചേർത്ത് കൊടുക്കാനേ. ഈ സമയത്ത് ഞാൻ വലിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിടുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ സവോള വേഗം വഴണ്ട് കിട്ടും കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളിയിൽ ഞാൻ വെറുതെ ഇടുന്നുണ്ട് പൊളിച്ചിട്ട്. പിന്നെ 2 വലിയ തക്കാളി 2 3 എടുക്കാം കേട്ടോ. 1 കിലോ അരിക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ തക്കാളിയും ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ, ഇളക്കി കൊടുക്കാവേ. നല്ല മിക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില, ഏകദേശം കണക്കാ 1 പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നല്ല ഇളക്കി കൊടുക്കാവേ. സവോളയും തക്കാളിയും ഒക്കെ നല്ല വഴണ്ട് വരണം, പേസ്റ്റ് രൂപത്തിലായി കിട്ടണം കേട്ടോ. അതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് ആക്കിയെടുത്താൽ മാത്രമേ ഈ ചോറിൽ ഇതൊന്നും കടിക്കാതെ കിടക്കത്തുള്ളൂ. എല്ലാം ഒരേ വേവായിരിക്കണേ. പിന്നെ 3 ഉണക്കനാരങ്ങ ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ, അതും ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് മജ്ബൂസിൻ്റെ മസാലയാണ്. ഇത് ഒറിജിനൽ മസാലയാണ് കേട്ടോ, ഗ്രാൻഡ് മാസിൻ്റെയാ. നല്ല മണവും ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ വാങ്ങിക്കുമ്പോഴും ഇതുപോലത്തെ വാങ്ങിക്കണേ. ഇനിയിപ്പം ഈ മസാല ഏകദേശം ഒരളവാണ്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആ അരിയെ എന്തുവരെ എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് വേണം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം 1 കിലോ അരിക്കുണ്ടല്ലോ, എടുത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂണ്, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണ്. ഇനി ഇത് നല്ല ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. വേറെ മസാലയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. കുരുമുളക് പൊടി വേണേൽ കുറച്ച് ചേർക്കാം. പക്ഷെ ഞാൻ ആദ്യം ചേർത്ത സമയത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിലെല്ലാ ചേരുവകളും ഉണ്ട് മസാലയിൽ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന 3 കിലോ ചിക്കനാ. ഇത് വലിയ പീസാക്കി കട്ട് ചെയ്തതാണ്. നമ്മൾ ബിരിയാണി പീസൊക്കെ കട്ട് ചെയ്യലേ അതുപോലെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ മജ്ബൂസിന് വലിയ പീസാണ് നല്ലത്. പിന്നെ 2ആയിട്ട് വേണേലും മുറിച്ചിടാൻ ചിക്കൻ കേട്ടോ. ഇത്രയും പോലും ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം മസാല കിടന്ന ചിക്കനെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വരട്ടിയെടുക്കണേ, എന്നാൽ മാത്രമേ ഈ മസാല ഈ ചിക്കനിലെല്ലാം പിടിക്കുകയുള്ളൂ. ഇനി ചെറിയ തീയിലിട്ട് ഈ മസാല എല്ലാം പിടിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ട, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുതേ. ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന ഏകദേശം നമ്മുടെ അരിയുടെ അളവ് കണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ 1 കിലോ അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ചിക്കൻ വെന്ത് വരുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ടാൽ നമ്മൾ ആ അരി വേവിച്ചെടുക്കുന്നത്. പിന്നെ ആ ഉണക്കനാരങ്ങയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ മജ്ബൂസിൻ്റെ ഒരു വേറിട്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മസാലയും. ഇപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം, വെന്തൊന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇടയ്ക്ക് ഞാനത് തുറന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട്. എന്നാലും നമ്മൾ സിം മൂടിയിട്ട് കുറച്ചുകൂടി വേവിച്ചെടുക്കണം. തൊടുമ്പോഴത്തേക്ക് നല്ല മെൽറ്റായി പോകുന്ന ആ പരുവത്തിൽ വേണം ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ. എന്നാലേ ഉള്ളൂ മജ്ബൂസിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാവേ. അപ്പോഴത്തേക്ക് ചിക്കൻ നല്ല വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ വേണം നമുക്ക് റൈസ് വേവിക്കാനെന്ന് പറഞ്ഞില്ലേ. ആദ്യം ഈ ചിക്കൻ എല്ലാം ഒന്ന് പെറുക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതെടുക്കുമ്പോഴത്തേക്ക് ഒട്ടും ഇറച്ചി പൊടിഞ്ഞു പോകരുത്. നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ട് ഞാൻ ചിക്കൻ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ വെള്ളത്തിലോട്ട് തന്നെ ഞാനൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ
സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ അരി ഒന്ന് കുതിർത്ത് വാരി വെച്ചിരുന്നതായിരുന്നു. 1 കിലോ ഉണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. പിന്നെ ഞാൻ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നാരങ്ങ ചേർത്തിട്ടുണ്ട്, ഉണക്ക നാരങ്ങ. അതുകൊണ്ട് ഒരു നാരങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. കുറച്ച് പുളിയൊക്കെ വേണ്ട റൈസാണ് കേട്ടോ മജ്ബൂസ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ മസാലയുടെയും ആ നാരങ്ങയുടെയും ഒക്കെ സ്മെല്ല് നല്ല അടിക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ ചേർക്കുന്നുണ്ട്. മജ്ബൂസി അറബികളൊക്കെ സാധാരണ ഉണക്കമുന്തിരി ചേർക്കും കേട്ടോ. ഞാൻ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. പുതിനയില ഇടുന്നില്ല, നമ്മൾ മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളേ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ ഇറച്ചി ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി ഉണങ്ങിപ്പോവരുത്. നമ്മൾ ജ്യൂസി ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇരിക്കണവേ. ഇനി ഇങ്ങനെ ആക്കി എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമ്മുടെ റൈസൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്ന പാകമായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ ഓപ്ഷനല്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. ഞാൻ മജ്ബൂസ് ഉണ്ടാക്കിയിരിക്കുന്ന നെയ്യിലാണ് കേട്ടോ. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലോ അതുപോലെ ഒലിവ് ഓയിലോ ഉണ്ടെങ്കിൽ അത് മാത്രമേ ചേർക്കാവുള്ളൂ. അല്ലാതെ വെളിച്ചെണ്ണ ചേർക്കല്ലേ. വെളിച്ചെണ്ണയ്ക്കൊരു നല്ല സ്മെല്ലല്ലേ. അത് ഈ ചോറിൽ പിടിച്ചു കഴിഞ്ഞാൽ അറബിക് ഡിഷിൻ്റെ എല്ലാ ഗുണവും പോവേ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ 3 സാധനം അല്ലാതെ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ റൈസ് എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒന്നും ഒട്ടിയിട്ടില്ല. നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി സവോള എല്ലാം നല്ല വഴണ്ട് മിക്സായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ചോറ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ജ്യൂസിന് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ചിക്കൻ പീസ് എല്ലാം എടുത്തു വയ്ക്കാം. ഈ ചിക്കൻ പീസ് എല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി ഞാൻ എടുത്തതാ. ഇങ്ങനെ തന്നെയാണ് അറബി ഡിഷ് ആയതുകൊണ്ട് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ആക്കാതെ തന്നെ ഡയറക്റ്റ് ചോറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ബിരിയാണിയും മന്തിയും ഉണ്ടാക്കുന്ന സമയം പോലും വേണ്ട മജ്ബൂസ് ഉണ്ടാക്കാൻ. അത്രയ്ക്കും വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അല്ല എസൻസ് ഒന്നും ഇതിന് വേണ്ടേ. ഇനിയിപ്പം മല്ലിയിലയും ചേർത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിനൊന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ആ ചിക്കൻ്റെ ഒക്കെ ആ ഫ്ലേവർ ആ റൈസിലേക്ക് ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. ആ റൈസ് ഒന്ന് അതിൽ കിടന്ന് തിക്കനെ ഒന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മൂടി. അതിന് ശേഷം ഒന്ന് ഇളക്കിയിടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ആ ചിക്കനൊക്കെ എല്ലാം ഒന്ന് മിക്സായി കിട്ടട്ടെ റൈസിലേക്ക്. നമ്മുടെ മജ്ബൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ മതി കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റൈസായത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ആ ചിക്കനൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ല വെന്തിട്ടുമുണ്ട്. ഇതേ കൺസിസ്റ്റൻസി വേണം എടുക്കാൻ. റൈസൊക്കെ അതുപോലെ തന്നെ കിടക്കണം. റൈസൊന്നും ഒട്ടും കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയാൽ ഈ ചോറിൻ്റെ ടേസ്റ്റേ മാറി കിട്ടുവേ. ഇനി നമുക്കൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാനേ ഞാൻ എടുത്തിരിക്കുന്ന മയോണൈസാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൈരും പപ്പടവും അച്ചാറും ഒന്നും നമ്മൾ സാധാരണ ഇതിന് ഉപയോഗിക്കുകയില്ല. സാലഡും ഒന്നും. പിന്നെ അച്ചാർ വേണ്ടവർക്ക് കുറച്ച് അച്ചാർ എടുക്കാം. പക്ഷെ നല്ല ടേസ്റ്റായി റൈസ് തന്നെ കഴിക്കാൻ. വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ബീഫ് വെച്ചിട്ടും മട്ടനാണ് ഏറ്റവും സൂപ്പർ നമ്മുടെ മജ്ബൂസിനെ. ഇതുപോലെ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അതിൻ്റെ അടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.